ഹലോ ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പരീക്ഷണ വീഡിയോയാണ്, അതായത് കസാവ ഫുഫു. പേര് കേട്ട് ഞെട്ടണ്ട, ഇതൊരു ആഫ്രിക്കൻ ഡിഷാണ്. കസാവ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം കപ്പ, മരച്ചീനി, അതായത് ടപ്പിയോക്ക. പെട്ടെന്ന് തന്നെ വീഡിയോ നോക്കാം. അതിനായിട്ട് മരച്ചീനി, അതായത് കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞെടുത്ത് ഒന്നുകൂടി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പം അരിഞ്ഞെടുത്ത് അത് വീണ്ടും 2-3 പ്രാവശ്യം നന്നായി കഴുകുന്നുണ്ട്, അതിൻ്റെ കട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കഴുകി വൃത്തിയാക്കിയ മരച്ചീനി അല്ലെങ്കിൽ കപ്പ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതിലേക്ക് ആവശ്യമായ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. യൂട്യൂബിൽ തരംഗമായ റെസിപ്പീസ് കണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. എങ്ങനെയുണ്ട്, എന്താണ് ടേസ്റ്റ് എന്നൊക്കെ നമുക്കും ഒന്ന് അറിയണമല്ലോ. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മാവ് നമ്മുടെ ദോശമാവ് പോലെ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിൽ എല്ലായിടത്തും ബട്ടറൊന്നും പറയുന്നില്ല, ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ബട്ടർ ഇട്ടതാണ്. നമുക്ക് തന്നെ കഴിക്കാനല്ലേ തയ്യാറാക്കുന്നത്. അങ്ങനെയാണ് ബട്ടർ ചേർത്തത്. ആ ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് അതൊന്ന് ചെറു തീയിൽ ഇളക്കി വറ്റിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ബട്ടറും എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ഇളക്കുമ്പോൾ നമ്മൾ അരിമാവൊക്കെ ചൂട് പാനിലിട്ടാൽ എന്താ സംഭവിക്കുക, പെട്ടെന്ന് കട്ടി പിടിക്കും, കുറുകും. അതുപോലെ ഒരു രീതിയാണിത് കാണുന്നത്. അപ്പോൾ അത് കട്ട പിടിക്കാതെ ഒരുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഇത് കുറുകി വരുമ്പോൾ വളരെ സോഫ്റ്റായ ഒരു റബ്ബർ കൺസിസ്റ്റൻസിയിലുള്ള ഒരു ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരു ഡൗ പോലെയാണ് തയ്യാറായി വരുന്നത്. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ചെറിയ തീയിൽ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ആയി വന്നിട്ടുണ്ട്, അത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിലായതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് തയ്യാറാക്കാൻ കഴിഞ്ഞത്. മറ്റ് പാത്രങ്ങളിലാണെങ്കിൽ ശരിക്കും ഇത് ഒട്ടിപ്പിടിക്കും. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇത് നമുക്ക് ഇളക്കി ഉരുട്ടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കട്ടകളൊന്നുമില്ലാതെ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ മിക്സാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം തയ്യാറായി എന്നൊക്കെ പറയുന്നത് വീഡിയോയിൽ കണ്ട ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, റബ്ബർ പോലെ ഒരു വലിഞ്ഞു വരുന്നത്, കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടുന്നുമുണ്ടത്. ഏതായാലും സംഭവം പെട്ടെന്ന് റെഡിയായി കിട്ടി. വീഡിയോയിലൊക്കെ കണ്ടതുമാതിരി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കാം. നോക്കൂ, നല്ല ബോള് പോലെ ഉരുണ്ടു വന്നു. അത് കോരിയെടുക്കുമ്പോഴോ ഒന്ന് വലിഞ്ഞാണ് വരുന്നത്. നമ്മൾ ദോശമാവ് പോലെ വിട്ട് വരുന്നില്ല, ഇലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത്. ഇനി അതിനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സാധാരണ ഈ ഫുഫു വിഭവം നോൺ വെജുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് കണ്ടുവരുന്നത്. നമുക്ക് മീൻ കറിയുമായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നോൺ വെജ് ചിക്കൻ മട്ടനൊക്കെ ആയിട്ട് കഴിക്കാം. അപ്പോൾ ഇന്ന് ഞാനൊരു ചിക്കൻ കറിയുമായിട്ടാണ് സെർവ് ചെയ്തത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയത്, ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം അതിന് ഒരു മോശം എന്ന് പറയാനുള്ള ടേസ്റ്റൊന്നും ഇല്ല, മോശമായിട്ടൊന്നുമില്ല. ടേസ്റ്റ്ലെസ് ആണ്, പ്രത്യേകിച്ച് ഫ്ലേവറോ അരുചിയോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ എങ്കിലും ഒരു സത്യം പറഞ്ഞോട്ടെ, എനിക്കത് ഇഷ്ടമായില്ല. ഒരുപക്ഷെ നമുക്ക് ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ടാവാം, നമ്മുടെ അക്വയർഡ് ടേസ്റ്റ് അല്ല, ഒരു വേറൊരു രീതിയാണ്. ഈ രീതിയിൽ കപ്പ കഴിക്കാറില്ലല്ലോ, അതുകൊണ്ടാവാം ഇഷ്ടമായില്ല. പക്ഷേ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. എല്ലാവരും വീഡിയോ ചെയ്തിട്ട് സൂപ്പറായി, ഇഷ്ടപ്പെട്ടു, തംസപ്പ് കാണിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ അത് ഇഷ്ടത്തിൻ്റെ രീതിയാണ്. എന്തായാലും താല്പര്യമുള്ളവർ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമായേക്കാം. ഏതായാലും വീഡിയോ ഇഷ്ടമായാൽ അതിൻ്റെ കമൻസ് അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ കൂട്ടുകാരെ. താല്പര്യമുള്ളവർ പരീക്ഷിച്ച് നോക്കൂ, എന്തായാലും കമൻസ് അറിയിക്കൂ. താങ്ക് യു all for watching. Stay blessed. See you.